ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മിനി പാൻകേക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 10 ടേബിൾ സ്പൂൺ മൈദയാണ്. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗളിലേക്ക് 1 കപ്പ് ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പാലിൽ 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്തതാണ് ബട്ടർ മിൽക്ക്. ഇനി നമുക്കതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടറും 1 മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. ബട്ടർ നന്നായിട്ട് മെൽറ്റാക്കി എടുക്കണം. ഞാനിപ്പോൾ ബട്ടർ ആദ്യം തന്നെ മെൽറ്റാക്കി വെച്ചിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വന്നപ്പോൾ ബട്ടർ വീണ്ടും കട്ടിയായിട്ടുണ്ട്. ഇവിടെ നല്ല കോൾഡാണ്. ഇനി നമുക്കതിലേക്ക് 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര കൂടി ചേർത്ത് മിക്സ് ആക്കിയപ്പോൾ ബട്ടർ നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സെപ്പറേറ്റ് ചെയ്തിട്ട് വീണ്ടും ബട്ടർ മെൽറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ മിക്സ് റെഡിയാക്കണ ടൈമിൽ തന്നെ ബട്ടർ മെൽറ്റാക്കി എടുക്കാൻ ശ്രദ്ധിക്കുക. എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിൽ തന്നെ ആയിരിക്കാൻ ശ്രദ്ധിക്കണം. ഇവയെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദ മാവ് കുറേശ്ശെയായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ തന്നെ നമുക്ക് മിക്സ് ആക്കി എടുക്കാം. ബാറ്റർ അധികം ലൂസ് ആവാനും പാടില്ല, അധികം തിക്കാവാനും പാടില്ല. നമുക്ക് വിപ്പിംഗ് ബാഗിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനിപ്പോൾ വീട്ടിൽ തന്നെ ഒരു പ്ലാസ്റ്റിക് കവർ ഉരുക്കിയിട്ടാണ് വിപ്പിംഗ് ബാഗ് റെഡിയാക്കിയിട്ടുള്ളത്. വിപ്പിംഗ് ബാഗ് ഉള്ളവർ അതിൽ തന്നെ ചെയ്യുക. വിപ്പിംഗ് ബാഗ് കയ്യിലില്ലയെന്നും പറഞ്ഞിട്ട് ആരും വിഷമിക്കേണ്ട. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ കാണിച്ചത്. വിപ്പിംഗ് ബാഗ് വേണമെന്നുള്ളവർക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് ആമസോണിൽ നിന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ്. ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നമ്മുടെ ബാറ്റർ ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. വിപ്പിംഗ് ബാഗിൽ എടുത്തിട്ട് അതിൻ്റെ ടിപ്പൊന്ന് കട്ട് ചെയ്ത ശേഷം ചൂടായ ഒരു പാനിലേക്ക് ബട്ടറോ ഓയിലോ തേച്ച് ഗ്രീസ് ചെയ്ത ശേഷം നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. ഇഷ്ടമുള്ള വലിപ്പത്തിലും ഇഷ്ടമുള്ള ഷേപ്പിലും നമുക്ക് പാൻകേക്ക് ചെയ്തെടുക്കാം. ഇതിൽ പോർസൊക്കെ വന്നു തുടങ്ങുമ്പോഴേക്കും നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി വേഗം തന്നെ പാനിൽ നിന്നും മാറ്റാം. കുട്ടികൾക്കൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് മിനി പാൻകേക്സ് ആയിരിക്കും. ഇങ്ങനെ നമുക്ക് ബാറ്റർ ഫുള്ള് ചെയ്തെടുക്കാം. നമുക്ക് വിപ്പിംഗ് ബാഗിലാക്കാതെ തന്നെ നമ്മൾ സാധാരണ ദോശ ചുടുന്ന പോലെ വേണമെങ്കിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും.
അപ്പോൾ നമ്മൾ ബാക്കിയും കൂടെ അതുപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഫുൾ ബാറ്ററിനും പാൻകേക്ക് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇത് കുറച്ചുകൂടി ചെറിയ സൈസിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇത് മറിച്ചിടാൻ വേണ്ടിയിട്ട് ഈ സ്പൂൺ യൂസ് ചെയ്തിരിക്കുന്നത് തന്നെ പാൻകേക്സിൻ്റെ വലിപ്പം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അത്രയും ചെറുതായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ചെറിയ ഫുഡ് ഐറ്റംസൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേകതയൊക്കെ തോന്നും. അപ്പോൾ കുട്ടികൾ കഴിക്കാൻ കൂടുതൽ താല്പര്യവും കാണിക്കും. ഇപ്പോൾ നമ്മുടെ പാൻകേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഹണിയും ബട്ടറും ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് നമുക്കത് സെർവ് ചെയ്യാം. ഇനിയിപ്പോൾ ഹണി ഇല്ലാന്നുണ്ടെങ്കിൽ ഷുഗർ കാരമലൈസ് ചെയ്ത് വേണമെങ്കിലും ഇതുപോലെ യൂസ് ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മിനി പാൻകേക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ടും ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.